ലാലേട്ടൻ മമ്മൂക്കയൊക്കെ അമ്മയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് പോലെ മറ്റാരാണേലും ചെയ്യാൻ പറ്റും. ഇപ്പൊ അമ്മ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം സജീവമായിട്ട് അതിൽ ഇടപെടാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണും? ഇപ്പൊ വളരെ നല്ല പ്രവർത്തനമാണ് ഇപ്പോഴും. അമ്മ എന്ന സംഘടന ഇപ്പോഴും നല്ല പ്രവർത്തനമാണ്. നമ്മളെ ഓരോ കാര്യത്തിന് വിളിച്ച് ചോദിക്കുക. അതിന് ഓരോരുത്തരായി ഇപ്പോൾ നമുക്കൊരു അസുഖമുള്ള മെമ്പറാണെങ്കിൽ അവർക്ക് അവരുടെ ഡോക്ടറുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വീട്ടിലേക്ക് എത്തിച്ചേരുക, അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എത്രയോ വീടുകൾ വെച്ച് അമ്മ കൊടുത്തെന്നറിയാമോ? ഞാൻ പണ്ട് ഒരു സംഭവം പറഞ്ഞത്, ഇന്നസെൻ്റ് ഏട്ടൻ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞായിരുന്നു. അന്ന് പ്രളയം അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ടൈമിന് 5 കോടി രൂപയോ 6 കോടി രൂപയോ അമ്മ സർക്കാരിലേക്ക് കൊടുത്തു. അതുകൂടെ ഒരു പേഴ്സണലായിട്ട് എല്ലാവരും കൊടുത്തു. അതിപ്പോൾ ഞാനടക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓടി കിടന്ന് പല സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ഇന്നസെൻ്റ് ഏട്ടനോട് ഞാനൊന്ന് പറഞ്ഞായിരുന്നു, ഈ 6 കോടി രൂപയ്ക്ക് നമുക്കൊരു 3 കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ട് ഒരു ബൗണ്ടറി ഒക്കെ ഇട്ടിട്ട് 3 കോടി രൂപയ്ക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഒരു അമ്മ ഗ്രാമം. ഇത് എന്നോട് ഇന്നസെന്റ് സാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്തുകൊണ്ട്, ഞാനൊരു ജൂനിയർ പോലത്തെ ഒരാളായതുകൊണ്ടും അവർ അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞതാണ്, ചുറ്റുമുതലൊക്കെ കിട്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടും. അങ്ങനെ വില കുറഞ്ഞ സ്ഥലങ്ങൾ, ചെറിയ കളി സ്ഥലങ്ങളും കാര്യങ്ങളും. ഇത് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ ആണ്. അപ്പം ഞാൻ പറഞ്ഞൊരു അമ്മ ഗ്രാമം, നാളെ സിനിമാ താരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും അത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതങ്ങോട്ട് വിലപ്പോയില്ല, എടുത്തില്ല അവർ നമ്മുടെ വാക്കുകൾ. അതിൻ്റെ നിരാശ എനിക്കുണ്ട്. കാരണം ഗവൺമെൻറ്റിലേക്ക് ഇഷ്ടംപോലെ പണം ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇത് ചെയ്താൽ മതിയായിരുന്നു, അവിടെ നിലനിന്നു. അത് പറഞ്ഞപ്പോൾ അന്ന് അവർ ആരും അംഗീകരിച്ചില്ല. അതുപോലെ എല്ലാവരും എന്താ പറയണ, പാർട്ടിപരമായിട്ടാണെങ്കിലും അമ്മയിൽ ഇത്രയും അവരൊക്കെ ഉണ്ട്, വിട്ടളഞ്ഞു. ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചേട്ടന്റെ പേര് കേട്ട മറ്റൊരു സ്പേസ് ഉണ്ട്. ഒരു കടം കൊടുക്കലുമായി ബന്ധപ്പെട്ട് വന്ന വിവാദത്തിനിടയ്ക്ക് ഞാൻ മാത്രമല്ല ധർമ്മജനും കൊടുത്തിട്ടുണ്ടെന്ന് ഒരു നടൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട്. ചേട്ടൻ കടം കൊടുക്കാൻ ഹരീഷ് കണാരനാണ് പേര് പറഞ്ഞാൽ കുഴപ്പമില്ല. അവൻ എൻ്റെ പേര് പറയാമെങ്കിൽ എനിക്ക് അവൻ്റെ പേരും പറയാമല്ലോ. ഞങ്ങൾ ഭയങ്കര കുടുംബ സുഹൃത്തുക്കളാണ്. ഈ കടം കൊടുത്ത ആളെന്നൊക്കെ ആൾക്കാരോട് എൻ്റെ വൈഫായിട്ട് സുഹൃത്ത് ബന്ധമാണ്. ഇവിടെ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും രാത്രി വന്ന് നമ്മളോടൊപ്പം 12 മണിക്ക് ബെല്ലടിച്ചിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ സിനിമ സംബന്ധമായിട്ട് അവൻ പറയുന്നത് പോലെ ഇത് വളരെ നയപരമായിട്ട് തീർക്കാവുന്നൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമുക്കിത് തീർക്കാം, അത് വളരെ മാന്യമായിട്ട് തീർക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു സിനിമ ഇനി ഇറങ്ങാനുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി വിശദീകരണം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈവൻ നമ്മൾ പറഞ്ഞത് അനുസരിച്ച് ഈ വീട്ടിലിരുന്നിട്ട് ഇവിടെ വന്ന് ഹരീഷും നിർമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വന്ന് സംസാരിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അവനോട് സംസാരിക്കുകയും അതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നമുക്ക് നടപടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട് അവൻ പിറ്റേ ദിവസം പോയിട്ട് പിന്നെ വിളക്ക് തുടങ്ങി. ചില കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാൻ പറ്റും. ഇപ്പം എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചേക്കണെന്ന് നമുക്കറിയാൻ പാടില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി പിന്നെയും ഇത് തുടങ്ങി. പിന്നെ ഞാനത് വിട്ടു. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടണ്ടായി. ഇങ്ങനെ ഒരാളെ നാറ്റിച്ചതിന് ശേഷം സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതാണ് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്തെന്നാണ് ധർമ്മജ, ഇനി അത് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ അപമാനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു, ആൾക്കാർ മുന്നിൽ നാറ്റിക്കുകയൊക്കെ ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഒരു പത്രസമ്മേളനം എന്തെങ്കിലും ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി അതിന് കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനിതിൽ ഇടപെടണം. ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെയാണല്ലോ. അദ്ദേഹം ചേട്ടന്റെ പേര് വലിച്ച് ഇട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് എന്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് പറയാനാണെങ്കിൽ നമുക്കറിയാലോ. അവൻ അമ്മയിലെന്തോ പരാതിയൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു. ആ ടൈമിന് ഇടവേള ചേട്ടനക്ക് പരാതിയൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു.
അവർക്ക് എന്താണെന്നറിയാൻ പാടില്ല. അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ് കേട്ടോ. ഇടവേള ബാബുവും പറഞ്ഞത് ഇത് തന്നെയാണ്. ഇരുന്ന് നമുക്ക് സംസാരിച്ച് ഇരുന്ന് സംസാരിച്ചത് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോഴും അത് കേട്ടില്ല. ഓക്കെ. പിന്നെ പടങ്ങൾ കുറയുന്നത് അദ്ദേഹം കാരണമാണെന്ന് പറഞ്ഞിട്ടായിരുന്നില്ല. ഇപ്പം ഞാനും അവനും ഓടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം 4 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ അതൊരു ടൈമാണ്, ഒരു ഓട്ടത്തിനൊരു കിതപ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. എപ്പോഴും ഒരേപോലെ നിൽക്കണമെന്നൊന്നുമില്ല. കുറേ പേര് നിൽക്കും, അതൊന്നും തള്ളിക്കളയാൻ പറ്റുന്നില്ല. വേറെ എന്തോരം ഇദ്ദേഹം മാത്രമല്ലല്ലോ സിനിമ ചെയ്യുന്ന ആൾക്കാർ, വേറെ എന്തോരം ആൾക്കാരുണ്ട്. സിനിമ എന്ന് ഒരാളെ തട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവം നടക്കുന്ന കേസുകളാണ്. എന്നെ വേണം എന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെ വേണം. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ഇപ്പോൾ ആടല്ലാതെ മറ്റേത് സിനിമകളാണ് ചേട്ടൻ കമ്മിറ്റ് ചെയ്തത്? ആട് സ്ത്രീകൾ കഴിയാതെ ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റാത്തൊരു ഇതാണ്. ഇതിൻ്റെ ഇടയിൽ 1-2 പടങ്ങളൊക്കെ വന്നിരുന്നു, അതൊക്കെ വേണ്ട എന്ന് വെച്ചു. കാരണം ഇതിൻ്റെ ഡേറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ മഴയുണ്ടായിരുന്ന ടൈമിനൊക്കെ ഷൂട്ടിങ് മുടങ്ങുക, പിന്നത്തെ ഡേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് നമുക്കും കൂടി വേണ്ട ഒരു സിനിമയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും മാത്രമല്ല നമ്മൾക്കും കൂടി അവകാശമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് നല്ലോണം പൂർത്തിയാക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം എന്നുള്ളൊരു രീതിയിലാണ് മറ്റ് 2 പടങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നത്. ഇനി കൺഫ്യൂഷൻ വന്നാലോ അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വിട്ടുള്ളത്. നെക്സ്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ IFFKയിൽ നമ്മുടെ VC അഭിലാഷ് എന്ന് പറയുന്ന ഡയറക്ടർ, പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള VC അഭിലാഷിൻ്റെ പടത്തിൽ വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ജോണി ആൻ്റണി, ഞാൻ പിന്നെ 2 പിള്ളേരൊക്കെ ആയിരുന്നു. വളരെ കുറഞ്ഞ ചിലവിലെടുത്ത നല്ല സിനിമ. ഒരുപാട് അവാർഡുകളും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി. ആളൊരുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻസിന് അവാർഡൊക്കെ മേടിച്ചു കൊടുത്ത ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പടം. പിന്നെ ഞാൻ നായകനാവുന്നൊരു പടം, അതിൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ. അതിൻ്റെ പണിപ്പുരയിലാണ്. അത് നല്ല പ്രൊഡക്ഷൻ കിട്ടിയാൽ 1-2 പേരൊക്കെ വന്നു, പക്ഷെ അത് പകുതി വഴിക്ക് മുങ്ങിപ്പോയാൽ ആ പടം തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 പേരോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യും. എഴുതുന്നത് സത്യൻ കുളങ്ങാട് എന്ന് പറഞ്ഞിട്ട് റൈറ്ററാണ്. പിന്നെ നമ്മളതിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മൾ ചില മിനിക്കോളുകളൊക്കെ നടത്തും. അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ 1-2 സിനിമകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഭാവിയിലേക്കുള്ള പരിപാടികൾ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ അങ്ങനെ തന്നെ പോട്ടെ, അതിലും മനോഹരമായിട്ട് തന്നെ പോട്ടെ. ഈ പലപ്പോഴും ചേട്ടൻ്റെ നിലപാടുകൾ ചേട്ടൻ തുറന്ന് പഠിച്ച് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും എനിക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ ഇടയിൽ തെറി വരലും ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ നിലപാടുകൾക്ക് ഒരു വ്യത്യാസവും ഞാൻ വരുത്താറില്ല. എൻ്റെ നിലപാടുകളുടെ കൂടെ തന്നെ ഞാൻ പോവുള്ളൂ. ഞാൻ തെറ്റായ നിലപാടൊന്നും പറയാറില്ല. ഇപ്പം ഞാൻ ദിലീപേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങി